ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇഞ്ചി. ഈ ഒരു ഇഞ്ചി നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് കഴിക്കാമോ എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് കേട്ടോ ഈ ഇഞ്ചി കഴിക്കാമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇഞ്ചി എന്ന് പറയുന്നത് കുറച്ചൊരു വാമായിട്ടുള്ള ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണമാണ്, ഒരു ഫുഡ് പ്രൊഡക്റ്റാണിത്. ഈ ഒരു ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെ എല്ലാ കറികൾക്കും ആഡ് ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തു കൂടിയാണ് ഇഞ്ചി. നമ്മൾ കറി താളിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യാറുണ്ടല്ലോ. എല്ലാ കറിക്കും നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ പീരിയഡ്സിൻ്റെ ഒരു സെക്കൻഡ് ഡേ മുതലൊക്കെ ഇഞ്ചി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്രസ് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചി നമ്മൾ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. ഈ കൂടുതൽ എന്നുള്ളത് കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കറികൾക്കൊക്കെ നമ്മൾ താളിക്കാൻ നേരത്തൊക്കെ ഇഞ്ചി ഉപയോഗിക്കാറുണ്ട്. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഇടാറുണ്ട്. ഈ ഒരു കറിയിൽ നമ്മൾ മൂപ്പിച്ചിട്ട് ഇഞ്ചി ഇടുമ്പോഴേക്കും ആ ഒരു കറിയിൽ ഒരു 100% ഉള്ള ആ ഒരു കറിയിൽ ഒരു 5% ഒക്കെ ആ ഒരു ഇഞ്ചിയുടെ ഒരു എഫക്റ്റ് വരികയുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു ഇഞ്ചി നല്ലതുപോലെ കുത്തി പിഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ ഇഞ്ചി നല്ലതുപോലെ കുത്തി പിഴിഞ്ഞ് നമ്മൾ ചായ ഉണ്ടാക്കുന്നു. ജിഞ്ചർ ടീ നമ്മൾ കുടിക്കാറുണ്ട്, ഒരുപാട് പേര് കുടിക്കാറുണ്ട്. ജിഞ്ചർ ടീ നമ്മൾ കുടിക്കുന്നു. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ മോര്, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആ മോരെടുക്കുമ്പോഴേക്കും ആ ഒരു മോര് നമ്മൾ എന്തായാലും വലിയൊരു കളത്തിലൊന്നും അല്ലായിരിക്കുമല്ലോ കാച്ചുന്നത്. മീൻസ് നമ്മൾ മോര് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വലിയൊരു ക്വാണ്ടിറ്റി ഒന്നും ആയിരിക്കില്ലല്ലോ, കുറച്ച് മോരായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ കുറേ നേരം നമ്മൾ അങ്ങനെ ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി കറിവേപ്പില അല്ലെങ്കിൽ പച്ചമുളകൊക്കെ നമ്മൾ ചതച്ചിട്ട് ഇടുമ്പോഴേക്കും ഇതിൻ്റെ എഫക്റ്റ് കുറേ നേരം കഴിയുമ്പോൾ നല്ലതുപോലെ ആ ഒരു ഡ്രിങ്കിൽ നമുക്ക് കിട്ടും. മോരിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് നല്ലതുപോലെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇഞ്ചിക്കറി, ഈ ഒരു ഇഞ്ചിക്കറി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമ്മൾ ആ ഇഞ്ചി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണല്ലോ ഈ ഒരു ഇഞ്ചിക്കറിയൊക്കെ. ഈ ഇങ്ങനെയുള്ള ഇഞ്ചി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചിയുടെ എസൻസ് ഒരുപാടായിട്ട് വരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ ഡ്രിങ്ക്സും നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേക്കും പോയി തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഓവുലേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയങ്ങളിൽ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്ന, ഇഞ്ചിയുടെ എസൻസ് ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്ന ഭക്ഷണങ്ങൾ കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു നമ്മളൊരു ചിക്കൻ കറി വെക്കുന്നു. ചിക്കനിൽ നമ്മൾ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ മൂപ്പിക്കുമ്പോഴേക്കും ആ ഒരു ചിക്കൻ കറിയിൽ ഉണ്ടാകുന്ന ഇഞ്ചിയുടെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറെ എന്ത് കറി വെച്ച് കഴിഞ്ഞാലും ഇഞ്ചി കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഏത് കറികളും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കഴിക്കാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇഞ്ചി കൂടുതലായിട്ടുള്ള ഇഞ്ചിയുടെ ചായ, ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചി വെച്ചിട്ട് ഇഞ്ചി ചതച്ച് നമ്മൾ മോര് കുടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.